ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിത, ഓഡിയോ നമ്പർ 59. ഇന്നും അടുത്തൊരു ദർസനുമായിട്ട് കിതാബ് തൗഹീദിലെ ബാബു മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖത്തി വൽ ഖബ്തി വൽ ഖൈത്തി വനഹീമ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി എന്ന ബാബിലുള്ള കണ്ടന്റ് ആണ് ചർച്ച ചെയ്യുന്നത്. തുടർന്നുള്ള ദർസുകളിൽ ഷറഹ് പറയുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇതോടൊപ്പം മലയാളിയായ ഉസ്താദ് അൻവർ ഫദ്ഫരി ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ഈ ഭാഗത്തെ പദ്യാവിഷ്കാരം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാബു മിനശ്ശിർക്കി, ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന അധ്യായം. എന്ത്? ലുബ്സുൽ ഹൽഖത്തി, വളയം ധരിക്കൽ, അതായത് മന്ത്രത്തകിട്, ചരട് ഇതൊക്കെ ധരിക്കാം. ഉറുക്കി, അലസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. ഐക്കല്ല്. വൽ ഖൈത്തി, ചരട്. വനഹീഹ്മ, അതുപോലത്തതും. ലി റഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി, ലി റഫ്ഇൽ ബലാഇ, ബലാ ഒരു വിപത്ത് ലിഫ്റ്റ് ചെയ്യുന്നതിന്, ഇല്ലാതാക്കുന്നു, ഉയർത്തപ്പെടുന്നതിന്. ഔ ദഫ്ഇഹി, അല്ലെങ്കിൽ അതിനെ തടയുന്നതിന്. ഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂറത്ത് അസ്സുമർ 38-ാമത്തെ ആയത്താണ്. എന്താണ് പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയ അല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഈ ആയത്ത് തുടങ്ങുന്നിടത്ത് പറയുന്നുണ്ട്, അവരോട് ചോദിക്കാം ആകാശങ്ങളും ഭൂമിയും പടച്ചത് ആരാണ് എന്ന്. അപ്പോൾ അവർ പറയും നിശ്ചയമായിട്ടും അള്ളാഹു തന്നെ എന്ന്. ആ മക്ക മുശ്രിക്കുകൾ അങ്ങനെ പറയുമായിരുന്നു. അള്ളാഹു ആണ് ആകാശങ്ങളും ഭൂമിയും പടച്ചത് എന്നവർ വിശ്വസിച്ചിരുന്നു. അവർക്കതറിയാമായിരുന്നു. കുൽ, നബിയെ പറയുക, അഫറഅയ്തും, നിങ്ങൾ കാണുന്നില്ലേ, മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ നടത്തുന്ന കൂട്ടർ, ബിംബങ്ങൾ, നബിമാർ, മലക്കുകൾ, ഇവരൊക്കെ ഇവർ തേടിയിരുന്നല്ല. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, എനിക്ക് അള്ളാഹു ഒരു ദുർറ്, ഒരു വിപത്ത്, ഉപദ്രവം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന, അവയാണോ, കാശിഫാത്തു ദുർരിഹി, അവൻ്റെ ആ ഉപദ്രവം, അള്ളാഹു എനിക്ക് ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച ആ ഉപദ്രവം തുറവടിയാക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ നീക്കുന്നവർ, ഇല്ലാതാക്കുന്നവർ, അവർക്കതിന് കഴിയുമോ? ഔ അറാദനി ബി റഹ്മത്തിൻ, അല്ലെങ്കിൽ അള്ളാഹു എന്നെക്കൊണ്ട് ഒരു റഹ്മത്ത് ഉദ്ദേശിച്ചു, എനിക്കൊരു കാരുണ്യം, റഹ്മത്ത്, അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ, അവൻ്റെ ആ കാരുണ്യം, റഹ്മത്ത് പിടിച്ചു വെക്കാൻ അവർ കഴിവുള്ളവരാണ്. ഉൽ, നബിയെ പറയാ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി, അലൈഹി, അവന് മേൽ, യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുന്നു. ഇനി അടുത്തത് ഒരു ഹദീസാണ് പറയുന്നത്. അൻ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ, ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിൽ നിന്നുള്ള നിവേദനം. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഅ റജുലൻ ഫി യദിഹി ഹൽഖത്തുൻ, കയ്യിലൊരു വളയമുള്ള ഒരു വ്യക്തിയെ കണ്ടു. മിൻ സുഫ്രിൻ, എന്ത് വളയാണ്? പിച്ചള കൊണ്ടുണ്ടാക്കിയൊരു വളയം ഇട്ടിട്ടുണ്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദിഹിൽ ഹൽഖ, എന്താണ് ഈ വളയം? ഖാല, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഹാദിഹി മിനൽ വാഹിന, ഇത് വാഹിനയ്ക്ക് വേണ്ടിയിട്ടാണ്. വാഹിന എന്ന് പറഞ്ഞാൽ ഒരു തരം തോളിനെയൊക്കെ ബാധിക്കുന്ന, ദുർബലമാക്കുന്ന ഒരു രോഗം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻസിഅഹ, ഇത് നീ നീക്കം ചെയ്യൂ. ഫഇന്നഹ ലാ തസീദുക ഇല്ലാ വഹന, കാരണം ഈ ഹൽഖ, ഈ വളയുണ്ടല്ലോ, ഈ ചരട്, ഈ വളയം, നീ ഇട്ടിരിക്കുന്ന പിച്ചള വളയം, ഇത് നിനക്ക് വഹനല്ലാതെ വർദ്ധിപ്പിക്കൂല. വഹൻ എന്ന് പറഞ്ഞാൽ വീക്ക്നെസ്, ദുർബലതയല്ലാതെ, രോഗമല്ലാതെ വർദ്ധിപ്പിക്കൂല. ഫഇന്നക ലൗ മുത്ത വഹി അലൈക മാ അഫ്ലഹ്ത അബദ, ഫഇന്നക, നിശ്ചയം നീ, ലൗ മുത്ത, നീ മരിച്ചാൽ, വഹി അലൈക, ഈ വളയം നിൻ്റെ ശരീരത്തുണ്ടായിരിക്കാൻ നീ മരിച്ചാൽ,
മാ അഫ്ലഹത്ത അബദാനി ഒരിക്കലും വിജയിക്കൂല എന്ന്. റവാഹു അഹ്മദ് ബി സനദിൻ ലാ ബഅസ് ബി, തിരക്കേടില്ലാത്ത പരമ്പരയോടുകൂടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല റിപ്പോർട്ട് ചെയ്ത. സുന്നൻ ഇബ്നു മാജയിലും ഈ റിപ്പോർട്ട് ചെറിയ വ്യത്യാസത്തോടു കൂടി കാണാം. ഈ അവസാനത്തെ ഭാഗത്ത് സിയാദ ഇല്ലാന്ന് തോന്നുന്നു. വലഹു അൻ ഉഖ്ബത്ത് ബിൻ ആമിർ മർഫൂഅൻ, ഉഖ്ബത്ത് ബിൻ ആമിർ മർഫൂഅായിട്ട് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം അഹ്മദ് റഹ്മഹുല്ല തന്നെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. മൻ തഅല്ലഖ തമീമത്തൻ ഫലാ തമല്ലാഹു ലഹു വമൻ തഅല്ലഖ വദഅതൻ ഫലാ വദഅ അല്ലാഹു ലഹു. മൻ തഅല്ലഖ തമീമത്തൻ, ആരൊരുത്തൻ തമീമത്ത് ബന്ധിച്ചുവോ, അതായത് അസുഖം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ തീരാൻ വേണ്ടിയിട്ട് കെട്ടുന്ന തമീമത്ത്, ബന്ധിക്കുന്ന തമീമത്ത്, അത് വളയമായിരിക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും സാധനങ്ങൾക്കായിരിക്കും, പലത് കൊണ്ടുണ്ടാക്കാറുണ്ട്. അത് അള്ളാഹു അവർ പൂർത്തീകരിക്കാതിരിക്കട്ടെ. അങ്ങനെ ആരും ചെയ്താൽ അള്ളാഹു പൂർത്തീകരിക്കാതിരിക്കട്ടെ എന്നത് റസൂലിൻ്റെ പ്രാർത്ഥനയാണ്. ഒമൻ താലക്ക വദാത്ത്, അല്ലെങ്കിൽ വദാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബഹർ എന്നൊക്കെ എടുക്കുന്നൊരു സാധനം പറയുന്നുണ്ട്. അത് പല കാലത്ത് പല രൂപത്തിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ രക്ഷയായിട്ട് ഇടുന്ന ആളുകൾ, ധരിക്കുന്ന ആളുകൾ, ഫലാ വദഅ അല്ലാഹു ലഹു എന്ന് പ്രാർത്ഥിക്കാൻ മതി. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ആരൊരുത്തൻ തമീമത്ത് ധരിച്ചുവോ അവൻ ഷിർക്ക് ചെയ്തു എന്ന്. വലി ഇബ്നു അബി ഹാത്തിം അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇബ്നു അബി ഹാത്തിം എന്നുള്ള രേഖപ്പെടുത്തലാണ്. അന്നഹു റഅ റജുലൻ ഫി യദിഹി ഖൈത്തുൻ മിനൽ ഹുമ്മ, അദ്ദേഹം ഒരു വ്യക്തിയുടെ കയ്യിൽ പനിക്ക് വേണ്ടിയിട്ട് കെട്ടിയ ഒരു ചരട് കണ്ടു. ഫഖതഅഹു, അപ്പോൾ ചരട് അദ്ദേഹം അറുത്തിട്ടു. ഹുദൈഫത്ത റളിയല്ലാഹു അൻഹു സഹാബി. വതലാ ഖൗലഹു, എന്നിട്ട് അല്ലാഹുവിൻ്റെ വചനം ഇങ്ങനെ ഓതി, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ ഷിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ, മുശ്രിക്കുകളായിട്ടല്ലാതെ. അപ്പോൾ മുശ്രിക്കുകളായിട്ടല്ലാതെ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഷിർക്ക് കലർന്ന വിശ്വാസമാണ് അധികം ആളുകൾക്കും എന്ന്. ഇനി ഉസ്താദ് അൻവർ ഫദ്ഫരി ഹഫിളഹുല്ല അദ്ദേഹത്തെ ഈ ഭാഗത്തെ കവിതാ രൂപത്തിലാക്കിയത് കാണാം. ബാബു മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖത്തി, വലുബ്സു നഹ്വി ഹൽഖത്തിൻ വഖൈത്തിൻ ലിറഫ്ഇ ളുർറിൻ ഔ ലിദഫ്ഇ ഖബ്ത്തിൻ യദ്ഖുലു ഫിശ്ശിർക്കി വഖൗലുല്ലാഹി ജൽ ഹൽ ഹുന്ന കാശിഫാതു ളുർരി യദുൽ ഖദ് ആമറൻ നബിയ്യു ഹല്ലാ ഹൽഖത്തിൻ في يد إنسان عن الواهين علامه لو مات في ذي الحالة ما كان مفليها لهذه الخصلة. وقال من تعلق التميمة فلا تم الله قلت تميما. حذيفة يقطع خيطا وجدا في يد إنسان أنلهم ما بدا تلا وما يؤمن قول الله في سورة يوسف كي يقتفي. ولبس نحوي حلقة وخيط, حلقة خيط പോലുള്ള വളയങ്ങൾ, ചരടുകൾ ഒക്കെ കെട്ടൽ. ലിറഫ്ഇ നുർജിൻ ഔ ലിദഫ്ഇ ഖബത്തിൻ, ബാധ തടയാൻ അല്ലെങ്കിൽ ഉപദ്രവം നീക്കാൻ. യദ്ഖുലു ഫി ശിർക്കി, അത് ഷിർക്കിൽപ്പെടും. വഖൗലുല്ലാഹി അല്ലാഹു ജല്ല വഅല, അവൻ്റെ വചനം ഹൽ ഹുന്ന കാശിഫാതു റുഹി എന്ന് തുടങ്ങുന്ന എന്ന് ഉൾപ്പെടുന്ന ആയത്ത് നേരത്തെ പറഞ്ഞ യദുൽ, അതറിയിക്കുന്നു, അത് ഇതിന്മേൽ അറിയിക്കുന്ന അർത്ഥം, അത് ഷിർക്കിൽപ്പെട്ടതാണെന്ന്. അത് അമറൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ഹല്ല ഹൽഖത്തിൻ, വളയം നീക്കം ചെയ്യാൻ, അത് ഒഴിവാക്കാൻ. ഫിയദി ഇൻസാനിൻ അനിൽ വാഹിന, വാഹിന എന്ന രോഗത്തിന് വേണ്ടിയിട്ട് ഒരാൾ കയ്യിൽ ധരിച്ച ഹൽഖ, വളയം, മന്ത്രത്തകിട് എന്നൊക്കെ പറയാം.
അല്ലമഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ചു ലൗ മാത ഫീ ദിൽ ഹാല, ആ അവസ്ഥയിൽ അയാൾ മരിച്ചാൽ മാക്കാന മുഫ്ലിഹൻ, അയാൾ വിജയിക്കൂല ലിഹാദിൽ ഖസ്ല, ഈ കാരണത്തിന്. വഖാല, നബി പറയുകയും ചെയ്തു, മൻ തഅല്ലഖ തമീമ, തമീമ ആരെങ്കിലും ഏലസ് അതുപോലുള്ള സാധനങ്ങൾ കിട്ടിയാൽ ഫലാ തമ്മല്ലാഹു, അയാൾക്ക് അത് പൂർത്തീകരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് അയാളുടെ ഉദ്ദേശം പൂർത്തീകരിക്കാതിരിക്കട്ടെ, എന്ന് രക്ഷപ്പെടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. കുൽത്ത തമീമ, ആ ഹദീസ് നീ പൂർത്തിയായി പഠിക്കും, മനസ്സിലാക്കും. അല്ലെങ്കിൽ പറയും ഹുദൈഫത്തു യഖ്തഉ ഖൈതൻ വുജിദ, അതായത് ഖൈത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു മുറിക്കുന്നു, വുജിദ കാണപ്പെട്ട, ഫി യദി ഇൻസാനിൻ ഒരു മനുഷ്യൻ്റെ ഒരാളെ കയ്യിൽ, അനിൽ ഹുമ്മാബദ അതായത് അദ്ദേഹത്തിന് പനി ബാധിച്ചിട്ട്. തലാ വമാ യുഅ്മിനു ഖൗലല്ലാഹി ഫീ സൂറത്തി യൂസുഫ ഖയ്യഖ്ത, എന്നിട്ട് അദ്ദേഹം സ്വഹാബി വമാ യുഅ്മിനു എന്ന് തുടങ്ങുന്ന, അതായത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്നുള്ള ആയത്ത് ഓതി കൊടുത്തു എന്നതാണ്.